തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിനെ തണുപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സിലിണ്ടറുകളിൽ ഇന്ധനം കത്താൻ തുടങ്ങുന്നതോടെ എഞ്ചിൻ പ്രവർത്തനം ആരംഭിക്കുകയായി. പ്രവർത്തിപ്പിക്കുമ്പോൾ എഞ്ചിൻ ചൂട് പിടിക്കുന്നു. ഈ ചൂടിനെ എഞ്ചിനിൽ നിന്ന് നിരന്തരമായി അകറ്റിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എഞ്ചിൻ തകരാറിലാവുകയോ എഞ്ചിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു പോവുകയോ ചെയ്തേക്കാം. എഞ്ചിൻ ചുട്ടുപഴുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് തണുപ്പിക്കുന്നത്. സാധാരണ രണ്ട് രീതിയിൽ എഞ്ചിനെ നമുക്ക് തണുപ്പിക്കാം. ഒന്ന് എയർ ഉപയോഗിച്ചും മറ്റൊന്ന് വെള്ളം ഉപയോഗിച്ചും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുന്ന ഒരു രീതിയാണ്. പല രീതികളിലും വെള്ളം ഉപയോഗിച്ച് എഞ്ചിനെ നമുക്ക് തണുപ്പിച്ചെടുക്കാൻ സാധിക്കും. അതിലെ ഒരു രീതിയാണ് തെർമോസൈഫൺ സിസ്റ്റം ഓഫ് കൂളിംഗ്. ഇവിടെ ഒരു റേഡിയേറ്ററും അതുപോലെ ഒരു എഞ്ചിനും രണ്ട് കുഴലുകളുടെ സഹായത്തോടു കൂടി ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹെഡർ ടാങ്ക് വഴി വരുന്ന വെള്ളം കളക്ടർ ടാങ്കിലെത്തുകയും കളക്ടർ ടാങ്കിൽ നിന്നും എഞ്ചിൻ്റെ ബ്ലോക്കിൽ ഉള്ള വാട്ടർ ജാക്കറ്റുകളിൽ നിറയുകയും ചെയ്യുന്നു. ഇവിടെ വെള്ളം സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഔട്ടർ പൈപ്പ് വഴി ഹെഡർ ടാങ്കിലേക്ക് തന്നെ എത്തുകയും തുടർന്ന് അവിടെ നിന്ന് കളക്ടർ ടാങ്കിലേക്ക് ഒഴുകിയെത്തുകയും ആണ് ചെയ്യുന്നത്. പാത്രത്തിലെ വെള്ളം ചൂടായി മുകളിലേക്ക് ഉയരുന്നത് പോലെ എഞ്ചിനിലുള്ള വെള്ളം ചൂടുപിടിച്ച് സാന്ദ്രതയുടെ വ്യത്യാസം കാരണം മുകളിലേക്ക് ഉയർന്ന് ഹോസ് പൈപ്പിലൂടെ ഹെഡർ ടാങ്കിലേക്ക് എത്തി അവിടെ നിന്നും റേഡിയേറ്ററിൻ്റെ കോറിലൂടെ കളക്ടർ ടാങ്കിലേക്ക് എത്തുകയാണ് ഈ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫാൻ കാണാം. ഈ ഫാൻ തിരിയുന്നത് എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുന്നു. അതിൻ്റെ ഫലമായി ഈ ഫാനും തിരിയുന്നു. ഇതൊരു കൂളിംഗ് ഫാനാണ്. ഈ ഫാൻ തിരിയുന്നതിൻ്റെ സഹായത്താൽ അറ്റ്മോസ്ഫിയറിലുള്ള എയർ റേഡിയേറ്റർ കോറിനുള്ളിലൂടെ ട്രാവൽ ചെയ്ത് എഞ്ചിൻ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന എയറാണ് റേഡിയേറ്ററിനുള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനെ തണുപ്പിക്കുന്നത്. നേരിയ അനേകം കുഴലുകളാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഈ കുഴലുകളിലൂടെയാണ് ചൂടായ വെള്ളം ഒഴുകുന്നത്. ഈ കുഴലുകൾക്ക് പുറമെയാണ് അന്തരീക്ഷത്തിലെ വായു ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ വായു ഈ കുഴലുകളിലുള്ള ചൂടിനെ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് തന്നെ ഡിസിപ്പേറ്റ് ചെയ്യുന്നു. അതുവഴി ഇതിലൂടെ ഒഴുകുന്ന വെള്ളം തണുക്കുകയും ഇതുവഴി എഞ്ചിനെ കൂളാക്കുകയുമാണ് ചെയ്യുന്നത്.